ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നവരാത്രി 6ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നവരാത്രി പ്രസാദമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ചെറുപയർ കൊണ്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ നവരാത്രി പ്രസാദമായിട്ട് ഉണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, പിന്നെ 1 സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്ക, പിന്നെ നെയ്യ്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ആ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരടുപ്പിൽ ഞാൻ ശർക്കര ഉരുക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് ആ പരിപ്പൊക്കെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലാണെങ്കിൽ കുറച്ച് നേരം വേണം വേവാനായിട്ട്. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ 2-3 വിസിലുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് മാറ്റി. ഇപ്പം ഒരു 2-3 വിസിൽ വന്നു. അപ്പോൾ ഇനി നമുക്ക് തണുത്തിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കി, ആവിയെല്ലാം പോയപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ചെറുപയർ വറുത്ത് പൊടിച്ച് അങ്ങനെ ഹൽവ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട്, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് കേട്ടോ എടുത്തേക്കണത്. കാരണം കുറച്ച് നെയ്യേ ഞാൻ ഉപയോഗിക്കണുള്ളൂ, അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തേക്കണത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരുന്ന റവ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ റവയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. റവ ഇട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ നാളികേരം ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത റവയും നാളികേരവും ഒക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പരിപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ ചെറുപരിപ്പും ആ ശർക്കരയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അതിൻ്റെ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ചെറുപയറിൽ പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഒരു അലുവ പരുവം ആവുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമുക്ക് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം ചേർത്ത നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നെയ്യ് ധാരാളമായിട്ട് ഇനി കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി ഇങ്ങനൊരു കട്ടിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാഷ്നട്ട് ഒന്ന് വറുത്തിടണം കേട്ടോ. അതിനായിട്ട് ഞാൻ നെയ്യിൽ കാഷ്നട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്നട്ട് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ഹൽവ ഉണ്ടാക്കുമ്പം നിറച്ച് നെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ ചേർക്കുന്ന ആൾക്കാരുണ്ട്, നെയ്യ് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ധാരാളം ചേർക്കണം. അപ്പം ഈ ഒരു ടൈം ആകുമ്പം അത് നെയ്യ് ഇങ്ങനെ എന്താ പറയുക, അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് നെയ്യ് വേറെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പം ഞാൻ പക്ഷേ ഇവിടെ 1 സ്പൂൺ ആദ്യം ചേർത്തു, പിന്നെ നമ്മൾ കാഷ്നട്ട് വറുത്തിടാനായിട്ട് 1 സ്പൂൺ ചേർത്തു കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പം നമ്മൾ നെയ്യ് ധാരാളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഗ്ലേസിങ് ആയിട്ട് അങ്ങനൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. നല്ലോണം നെയ്യ് ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും ആവും, നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ദേവിക്ക് നീതിച്ചു. ഇനിയിപ്പം അത് ഞാനൊന്ന് ട്രെയിലാക്കിയിട്ടൊന്ന് മുറിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം നെയ്യ് ചേർക്കണോ അത്രത്തോളം നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ചേർക്കാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസമായിട്ട് നമ്മൾ നവരാത്രി പ്രസാദം ഉണ്ടാക്കുന്നുണ്ട്, പായസങ്ങളായാലും മറ്റുമൊക്കെ. അപ്പോൾ അതിലൊക്കെ ധാരാളം നെയ്യ് ഇങ്ങനെ ചേർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ കഴിക്കണമല്ലോ ഇത്,
അപ്പം അധികം നെയ്യ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ചേർത്തത് കേട്ടോ. പക്ഷേ നിങ്ങളുണ്ടാക്കുമ്പോൾ നന്നായിട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടും നല്ല ഗ്ലേസിങ് ആയിട്ടൊക്കെ അലുവ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്ലേസിങ് ഒക്കെ ഇത്തിരി കുറവ് പോലെ എനിക്ക് തോന്നി. സാധാരണ അലുവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടുമല്ലോ, അത് ഉണ്ടായിരുന്നില്ല. അത് നെയ്യുടെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ധാരാളം നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അത്രത്തോളം നല്ലൊരു ഇതായിട്ട് കിട്ടും. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള ഹൽവ. അപ്പം ഇന്നത്തെ ഹൽവ, ചെറുപയർ കൊണ്ടുള്ള ഹൽവയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്